ലോക സസ്യാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പടന്നക്കാട് കാർഷിക കോളേജിലെ മലബാർ പ്ലാന്റ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെയും കേരള കാർഷിക സർവകലാശാലയുടെയും കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ലോക സസ്യാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പടന്നക്കാട് കാർഷിക കോളേജിലെ മലബാർ പ്ലാന്റ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെയും കേരള കാർഷിക സർവകലാശാലയുടെയും കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. അതിജീവനശേഷിയുള്ള കൃഷി, സസ്യാരോഗ്യ പരിപാലനത്തിലും ബയോസെക്യൂരിറ്റിയിലുമുള്ള നൂതന ആശയങ്ങൾ എന്നതാണ് സെമിനാറിന്റെ പ്രമേയം. പടന്നക്കാട് കാർഷിക കോളേജിന്റെ ഡീനും സർവകലാശാല ജനറൽ കൗൺസിൽ അംഗവുമായ ഡോക്ടർ സജിത റാണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് IAS സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സസ്യാരോഗ്യത്തിനുള്ള പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ ഡോക്ടർ രാജേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെമിനാറിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച അബ്സ്ട്രാക്ട് ബുക്കിന്റെ ഡിജിറ്റൽ പ്രസിദ്ധീകരണവും നിർവഹിച്ചു. മലബാർ പ്ലാന്റ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ശ്രീകുമാർ, സെക്രട്ടറി ഡോക്ടർ സൈനാമോൾ കുര്യൻ, കോളേജിലെ മുൻ ഡീൻ ഡോക്ടർ ഗോവിന്ദൻ, പ്രൊഫസർ മിനി PK എന്നിവർ സംസാരിച്ചു. ഇങ്ങനെയുള്ള ഇടാകൂടങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതിൽ വൻപൻ ഫൈനാണ് വെച്ചത്. കോടതി പോകുന്നില്ല, കോടതി അവസാന ഘട്ടത്തിലേക്ക് ആദ്യം തന്നെ കനത്ത ഫൈൻ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിട്ട് ഇതിൽ വന്നിരിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ്. ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും മേലെ തുടങ്ങാം. പിന്നെയോ ഇന്ത്യന്റെ ഈ പെസ്റ്റിസൈഡ് റെഗുലേഷൻ അതിന്റെ മൊത്തത്തിൽ ഡിജിറ്റൈസ് ചെയ്യും. എല്ലാം ഹാർഡ് കോപ്പിയാണ്. ആപ്ലിക്കേഷൻ നടത്തണം, മറ്റേ കോപ്പി വേണം, എല്ലാം വെച്ചിട്ട് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എല്ലാം ഡിജിറ്റൽ ആയിട്ട് ചെയ്യുക. ഇത്രയുമാണ്. പിന്നെയോ അക്രഡിറ്റഡ് ലാബറട്ടറികൾ ഉണ്ടാക്കുക. ആ ലാബറട്ടറിയിൽ ഇതെല്ലാം പരിശോധിക്കും. പിന്നെ പെസ്റ്റിസൈഡ് സബ്സ്റ്റാൻഡേർഡ് ആണോ എന്നുള്ളതെല്ലാം പരിശോധിക്കുക. അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ലാബറട്ടറികൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഉദ്ദേശം. ഈ പ്രൊവിഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പഴയ നിയമത്തെ മാറ്റുക. ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പഴയ നിയമം ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതെയാവും. കേരളത്തിലെ പ്രഥമ സസ്യരോഗ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ജയസാംരാജ്, കീടശാസ്ത്ര വിഭാഗത്തിൽ കേരളത്തിലെ ആദ്യകാല ശാസ്ത്രജ്ഞന്മാരിൽ പ്രബലനായ ഡോക്ടർ MRGK നായർ എന്നിവരുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച പുരസ്കാരം ഡോക്ടർ CK പീതാംബരൻ, ഡോക്ടർ KD പ്രതാപൻ എന്നിവർ ഏറ്റുവാങ്ങി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ, കർഷകർ എന്നിവരും സെമിനാറിന്റെ ഭാഗമായി. സസ്യരോഗ കീട നിയന്ത്രണത്തിനുള്ള നൂതന ആശയങ്ങളെക്കുറിച്ച് ദേശീയ അന്തർദേശീയ തലത്തിലുള്ള പ്രഗത്ഭരും പ്രസ്തുത മേഖലയിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളും പ്രബന്ധം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.